Hello, my dear students. In our video, portfolio risk measure a statistical tool that is variance. Okay, variance and standard deviation are discuss. Okay, what variance calculate formula 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 simple formula. Okay, variance is sigma p square. Portfolio variance okay, sigma p square is equal to xx square sigma x square plus xy square sigma y square plus 2xx into xy into rxy sigma x into sigma y. Okay, xx എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സ്മോൾ ലെറ്റർ എക്സ് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്, എക്സ് അതുപോലെ വൈ ഡിനോട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സെക്യൂരിറ്റീസ് നമുക്കറിയാം, പോർട്ട്ഫോളിയോ ആണ്, ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റി ആണ് അല്ലേ. രണ്ട് സെക്യൂരിറ്റീസ് എങ്കിലും മിനിമം ഉണ്ടെങ്കിൽ അത് പോർട്ട്ഫോളിയോ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ട് സെക്യൂരിറ്റി അടങ്ങിയിരിക്കുന്ന പോർട്ട്ഫോളിയോയുടെ റിസ്ക് മെഷർ ചെയ്യാനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ രണ്ട് സെക്യൂരിറ്റി ആണ് സ്മോൾ ലെറ്റർ എക്സും വൈയും എന്ന് കാണിക്കുന്നത്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ എക്സ് എന്ന് കാണിച്ചിട്ടുള്ളത് പ്രൊപ്പോർഷണൽ പോർട്ട്ഫോളിയോ ആണ്. ഓക്കെ, ആ പർട്ടിക്കുലർ പോർട്ട്ഫോളിയോയിൽ ഒരു സെക്യൂരിറ്റി എത്രത്തോളം എന്തുണ്ട് ഉണ്ട്. ഓക്കെ, പ്രൊപ്പോർഷൻ ഓഫ് പോർട്ട്ഫോളിയോ ആണ് എന്ത് ക്യാപിറ്റൽ ലെറ്റർ എക്സ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നോക്കുക എക്സ് എക്സ്. ഓക്കെ, എക്സ് എക്സ് ക്യാപിറ്റൽ ലെറ്റർ എക്സ്, താഴെ എന്താണ് സ്മോൾ ലെറ്റർ എക്സ് ആണ്. അപ്പോൾ എക്സ് എക്സ് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, പ്രൊപ്പോർഷൻ ഓഫ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റഡ് ഇൻ സെക്യൂരിറ്റി എക്സ്. ഓക്കെ, ദെൻ സിഗ്മ എക്സ് നമുക്കറിയാം. ഓക്കെ, സിഗ്മ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി എക്സിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, അതിന്റെ സ്ക്വയർ ആണ് ഇവിടെ പറഞ്ഞിട്ട് അല്ലെ. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ എന്താ പറയാ, വേരിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സിഗ്മ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് സെക്യൂരിറ്റി എക്സ്. ഓക്കെ, അതേപോലെ എക്സ് വൈ നോക്കാം. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ എക്സ്, താഴെ സെക്യൂരിറ്റി ആണ് വൈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നത്, പ്രൊപ്പോർഷൻ ഓഫ് portfolio invested in security y. Okay, then sigma y square is equal to variance of security y. Okay, plus xx proportions to multiply here, then rxy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ rxy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറിലേഷൻ കോഎഫിഷ്യന്റ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ്, അതിന്റെ കാൽക്കുലേഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ rxy ഇൻറ്റു സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ചെയ്യാം. ഓക്കെ, ഇതാണ് പോർട്ട്ഫോളിയോ റിസ്ക് മെഷർ ചെയ്യാനുള്ള, വേരിയൻസ് ഉപയോഗിച്ച് പോർട്ട്ഫോളിയോ റിസ്ക് മെഷർ ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, സിഗ്മ പി സ്ക്വയർ എന്ന് പറയുന്നത് വേരിയൻസ് ആണ് പറയണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നോർമലി പോർട്ട്ഫോളിയോ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്, വേരിയൻസ് ഓഫ് പോർട്ട്ഫോളിയോ ആണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇക്വേഷൻ വലിയൊരു ഇക്വേഷൻ ആണെങ്കിലും നമുക്ക് ചെയ്യുമ്പോൾ എന്താണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആണ്, ഒരു പ്രോബ്ലം ഏരിയ ആണ് ഈ പോർട്ട്ഫോളിയോ റിസ്ക് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ വേരിയൻസ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ബോർഡിലുണ്ട്, ചെക്ക് ചെയ്യാം. Given the following example, find out the expected risk of the portfolio. ഓക്കെ, രണ്ട് സെക്യൂരിറ്റീസിന്റെ എക്സ്പെക്റ്റഡ് റിട്ടേണും പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. ഓക്കെ, അതിന് പുറമായിട്ട് കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ ദീസ് ടു സെക്യൂരിറ്റീസ് തന്നിട്ടുണ്ട് 0.5. ഓക്കെ, ഞാനത് എഴുതാൻ സ്ഥലം ഇല്ലാത്ത കാരണം എല്ലാം കൂടി ഒരുമിച്ച് എഴുതാമെന്ന് വെച്ചിട്ടാണ് പിന്നെ അത് ഷോർട്ട് ആക്കിയിട്ട് അവിടെ സെപ്പറേറ്റ് എഴുതി വെച്ചത് കേട്ടോ. ഓക്കെ, കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ ദീസ് ടു സെക്യൂരിറ്റീസ് ആർ 0.5. ഓക്കെ, അങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ അങ്ങനെ എഴുതി വയ്ക്കാം. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. എന്നിട്ട് റിസ്ക് കമ്പ്യൂട്ട് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്, എക്സ്പെക്റ്റഡ് റിസ്ക് കമ്പ്യൂട്ട് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എക്സ്പെക്റ്റഡ് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ നമുക്കറിയാം, എന്താണ് വേരിയൻസ് അല്ലേ, സിഗ്മ പി സ്ക്വയർ. ഓക്കെ, സിഗ്മ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ സിഗ്മ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ സ്ക്വയർ സിഗ്മ വൈ സ്ക്വയർ പ്ലസ് 2xx xy into rxy sigma x sigma y. ഒക്കെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, പുറത്തേക്ക് വേണ്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എ സി സിനെ നമുക്ക് എന്തായിട്ട് എടുക്കുക, എക്സ് ആയിട്ട് എടുക്കുക, ഡി സി എമ്മിനെ വൈ ആയിട്ട് എടുക്കുക. സൊല്യൂഷൻ ആണ്. ഓക്കെ, നിങ്ങൾ സൊല്യൂഷൻ എഴുതുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി വരച്ചിട്ടൊക്കെ എഴുതാം കേട്ടോ. ഓക്കെ, ഇവിടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ. ഓക്കെ, എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ് തന്നിട്ടുള്ളത് 10ഉം 15ഉം. ദെൻ പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് 40-60. ഓക്കെ, രണ്ടും എന്താണ് പെർസെൻറ്റേജിലാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കാം എക്സ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് എന്ന് പറയുന്നത് സെക്യൂരിറ്റിയുടെ
പ്രൊപ്പോർഷൻ എത്രയാണ്, ആ പോർട്ട്ഫോളിയോയില് എത്ര പ്രൊപ്പോർഷൻ, എത്ര പെർസെൻറ്റേജ് എന്തുണ്ട്, സെക്യൂരിറ്റി എക്സ് ഉണ്ട്. എക്സ് ഉദ്ദേശിക്കുന്നത് ഏതാണ്, സെക്യൂരിറ്റി ACC ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇവിടെ എക്സ് എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണ്, 0.40 വരും അല്ലെ, 40% എന്നല്ലേ, 40% എന്ന് പറയുമ്പോൾ 0.40, അതിന്റെ സ്ക്വയർ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ. എക്സ് എന്ന് പറയുന്ന സെക്യൂരിറ്റിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 0.2 സ്ക്വയർ പ്ലസ് എക്സ് വൈ എത്രയാണ്, 0.6 സ്ക്വയർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0.3 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് എക്സ് 0.4 ഇൻറ്റു 0.6 ഇൻറ്റു ബ്രാക്കറ്റിൽ കാണിച്ചോളൂ. ഇൻറ്റു ആണ്, ബ്രാക്കറ്റിൽ കാണുന്നൊന്നുമില്ല. RXY ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, എത്രയാണ്, 0.5 ഇൻറ്റു സിഗ്മ എക്സ് 0.2 ഇൻറ്റു 0.3. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ മാറ്റി എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് വാല്യൂസ് വരുന്നത് നോക്കാം. ഓക്കെ, ഇത്രയും ഭാഗം എന്ത് വരും, 0.0064. നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ ടെക്സ്റ്റ് ഭാഗത്തേക്കാണ് ചെയ്യുന്നത്. ഓക്കെ, പ്ലസ് 0.0324 പ്ലസ് ദെൻ അത്രയും ഭാഗം കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും, 0.0144. ഓക്കെ, ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 0.0532. ഇതാണ് എന്ത്, ആ പോർട്ട്ഫോളിയോന്റെ വാരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പോർട്ട്ഫോളിയോന്റെ വാരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. വാരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ പി സ്ക്വയർ എത്രയാണ്, 0.0532 ആണ്. ഓക്കെ, therefore സിഗ്മ പി is equal to root of 0.0532. ഓക്കെ, equal to എത്ര വരും, 0.231 വരും. ഓക്കെ, സിഗ്മ പി is equal to 0.231, that is portfolio risk. ഓക്കെ, പോർട്ട്ഫോളിയോ റിസ്ക് എത്ര വരും, 0.231 വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിലൊക്കെ ഡയറക്റ്റ് വന്നിട്ടുണ്ട്, ആ ഇക്വേഷനാണ് പാർത്തിയുടെ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിന് അത്രയും വൈഡ് ആയിട്ടൊന്നും പോവില്ല. ഓക്കെ, ദെൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, okay, question നോക്കുക. There are two security X and Y with expected returns of 15% and 24% respectively. രണ്ട് സെക്യൂരിറ്റീസിന്റെ എക്സ്പെക്ടഡ് റിട്ടേൺ ആണ് തന്നിട്ടുള്ളത്, 15%ഉം 24%ഉം. Then their standard deviation is 35% and 52% respectively. Calculate standard deviation of a portfolio weighted equally between the two securities. Okay, ഈ രണ്ട് സെക്യൂരിറ്റീസിനും എന്താണ് വെയിറ്റ് ഈക്വലി കൊടുക്കുക. ഈക്വലി കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, അതിന്റെ പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇഫ് ദർ കോറിലേഷൻ ഈസ് 0.9, അതിന്റെ കോറിലേഷൻ 0.9 ആണെങ്കിൽ ആ പോർട്ട്ഫോളിയോയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്ര വരുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് തന്നിട്ടുള്ളതൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, പാർത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് സെക്യൂരിറ്റീസിന്റെ റിട്ടേൺ തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ റിട്ടേൺ RX തന്നിട്ടുണ്ട്, RX is equal to 15%, then RY is equal to 24% തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താ തന്നിട്ടുള്ളത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വന്നിട്ടുണ്ട് രണ്ടെണ്ണത്തിന്റെ. ഓക്കെ, സിഗ്മ എക്സിന്റെ 35%, 35% is equal to 0.35. then അതേപോലെ സിഗ്മ Y വന്നിട്ടുണ്ട് 52%, that is 0.52. ഓക്കെ, പിന്നെ എന്താ വന്നിട്ടുണ്ട്, കോറിലേഷൻ കോഎഫിഷ്യന്റ് വന്നിട്ടുണ്ട്, RXY is equal to 0.9 വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങോട്ട് ചോദിച്ചിട്ടുള്ള എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. വെയിറ്റഡ് ഈക്വലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്, രണ്ടെണ്ണത്തിന് വെയിറ്റ് ഈക്വൽ ആയിട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് XX is equal to XY is equal to 50%. രണ്ട് സെക്യൂരിറ്റി അല്ലേ ഉള്ളൂ, ഇപ്പൊ രണ്ട് ഈക്വൽ ആയിട്ട് വരുമ്പോൾ എത്ര വരും, 50% വരും. 50% is equal to 0.5 വരും. ഓക്കെ,
സ്റ്റാൻഡേർഡ് പോർട്ട്ഫോളിയോയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് അറിയാം. എന്താ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം അല്ലേ? വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. ഓക്കെ, ഇത്രയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഇതിന്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കുക, പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണല്ലോ. നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ, പോർട്ട്ഫോളിയോന്റെ വേരിയൻസ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അതിന്റെ സ്ക്വയർ റൂട്ട് ചെയ്തിട്ട് വേണം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വർക്കായിട്ട് ചെയ്യാം. ഓക്കെ, ഒന്നുമില്ല, ഇക്വേഷനിൽ ഡയറക്റ്റ് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, എനിവേ താങ്ക് യു.